ദരിദ്രനായ ആ മീൻപിടുത്തക്കാരന് വളരെ നാളായി വലയിൽ വല്ലതും കുരുങ്ങിയിട്ട്. തൻ്റെ നിർഭാഗ്യത്തെക്കുറിച്ചുള്ള ചിന്തകളുമായി നദീതീരത്ത് അയാൾ ദുഃഖിതനായിട്ടിരുന്നു. ആ സമയം ഒരു വനദേവത കാക്കയുടെ രൂപത്തിൽ അയാളുടെ അടുത്തു ചെന്ന് മീൻപിടുത്തക്കാരനായിട്ടുള്ള ജീവിതത്തിൽ നിന്നും രക്ഷപ്പെട്ട് കുറച്ചുകൂടി സുഖമായി ജീവിക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. ഹോ, വളരെയുണ്ട്. ഈ ദുരിത ജീവിതം എനിക്കും അടുത്തു, അയാൾ ദേവതയോട് പറഞ്ഞു. ഒരു വിദൂര രാജ്യത്തിലെ രാജാധികാരി മരണപ്പെട്ടിരിക്കുന്നു എന്നും ഉപകാരസ്മരണ സൂക്ഷിക്കാം എങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി അവിടുത്തെ പുതിയ രാജാധികാരിയായി വാഴിക്കാം എന്നും കാക്ക അയാളോട് പറഞ്ഞു. മീൻപിടുത്തക്കാരൻ പറഞ്ഞു, എന്നാൽ ഒരിക്കലും ഞാൻ അത് മറക്കുകയേയില്ല. അടുത്ത ക്ഷണം കാക്ക ആ മീൻപിടുത്തക്കാരനെയും തോളിലേറ്റി ദൂരദേശത്തെ കവാടം കടന്ന് കൊട്ടാരത്തിനകത്തു ചെന്നു. മരിച്ചുകിടന്ന രാജാധികാരിയെ കൊത്തിയെടുത്ത് പറക്കുകയും ആ സ്ഥാനത്ത് മീൻപിടുത്തക്കാരനെ കിടത്തുകയും ചെയ്തു. മീൻപിടുത്തക്കാരൻ ഒന്നനങ്ങിയപ്പോൾ ബന്ധുജനം നമ്മുടെ രാജാവ് പിന്നെയും ജീവനെടുത്തേ എന്ന് ആർത്തു വിളിച്ചു. അവിടുത്തെ പ്രജകൾക്കൊക്കെ വലിയ സന്തോഷമായി. അനേകകാലം ആ മീൻപിടുത്തക്കാരൻ രാജാധികാരിയുടെ സമ്പന്നതയും അനുഭവിച്ച് ആ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. കാലം കുറെ കഴിഞ്ഞു. കഴിഞ്ഞ കാര്യങ്ങളൊക്കെയും അയാൾ മറന്നു. തന്നെ ഈ നിലയിൽ എത്തിച്ച കാക്കയെക്കുറിച്ചും തൻ്റെ കഴിഞ്ഞ ജീവിത ദുരിതങ്ങളെക്കുറിച്ചുമെല്ലാം അയാൾ മറന്നു. എല്ലാ കാക്കകളെയും നെൽപ്പാടങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കാൻ അയാൾ കൽപ്പന കൊടുത്തു. ഇതറിഞ്ഞ ആ വനദേവത വീണ്ടും കാക്കയുടെ വേഷമെടുത്ത് മീൻപിടുത്തക്കാരൻ്റെ അടുത്തു ചെന്നു. എപ്പോഴും സന്തോഷവും സുഖവും മാത്രമായിരിക്കുന്ന മറ്റൊരിടത്തേക്ക് പോകാൻ ഇഷ്ടമുണ്ടോ? ആ കാക്ക ചോദിച്ചു. ഉണ്ട്, അയാൾ പറഞ്ഞു. ഉടൻ തന്നെ എന്നെ അവിടെ എത്തിക്കൂ. കാക്ക അത് കേട്ടപാടെ അയാളെയും തോളിലെടുത്ത് പറന്ന് അയാളുടെ പഴയ പുരയുടെ മുറ്റത്തു കൊണ്ടുവച്ചു. ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ആ പുരയിൽ പിന്നെ എന്നും അയാൾ ഒരു മീൻപിടുത്തക്കാരൻ്റെ ജീവിതം ജീവിച്ചു തീർത്തു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം യേഷാ ആത്മശക്തി യേഷാ വിശ്വമോഹിനി പാശാങ്കുശധനുർബാണധരാ യേഷാ ശ്രീമഹാവിദ്യാ യേവം വേദ സശോകം തരതി. നമസ്തേ അസ്തു ഭഗവതി ഭവതി മാതസ്മരൻ പാതു സർവതഃ. അമ്മേ ദേവി, അവിടുന്ന് വിശ്വമോഹിനിയാണ്. പാശം, അങ്കുശം, വില്ല്, അമ്പ് എന്നിവ ധരിച്ചിട്ടുള്ളവളായ അവിടുന്ന് പരബ്രഹ്മശക്തിയാകുന്നു. അമ്മ തന്നെയാണ് ശ്രീ മഹാവിദ്യ. ഇങ്ങനെ അറിയുന്നവൻ ദുഃഖങ്ങളിൽ നിന്ന് മുക്തനാകുന്നു. ജഗന്മാതാവായ അമ്മേ ദേവി, അവിടേക്ക് നമസ്കാരം. ദേവി അമ്മേ, എല്ലാവിധത്തിലും ഞങ്ങളെ രക്ഷിച്ചാലും. മഹത്തായ സിദ്ധികളോടു കൂടിയവൾ, മഹത്തായ സിദ്ധികൾ ഉള്ളവൾ എന്ന അർത്ഥത്തിലാണ് ലളിതാ സഹസ്രനാമത്തിലെ 224 മഹാമന്ത്രമായ മഹാസിദ്ധി എന്നതുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ അമ്മയെ വണങ്ങുന്നത്. അനിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം എന്നിവയാണ് അഷ്ടസിദ്ധികൾ, 8 ഐശ്വര്യങ്ങൾ. ഇവ കൂടാതെ ശീതോഷ്ണ സഹനശക്തി, അധമോത്തമ സമത്വം, അതായത് അധമരായവരെന്നോ ഉത്തമരായവരെന്നോ ഭേദമില്ലാതെ എല്ലാവരെയും തുല്യമായിട്ട് കാണുന്ന അവസ്ഥ, സുഖദുഃഖ തുല്യത, കാന്തിബല ബാഹുല്യം, ശോകമില്ലായ്മ, തപോധ്യാനനിഷ്ഠ എന്നീ സിദ്ധികളും ദയാമയിയായ അമ്മ ഭക്തർക്ക് നൽകുന്നു. ഓം മഹാസിദ്ധ്യൈ നമഃ. ഓം ഓം ഹ്രീം മഹാസിദ്ധ്യൈ നമഃ. അടുത്തതായി
വാഗ്ദേവതകൾ നൽകുന്നത് അതിവിശിഷ്ടമായ ഒരു മഹാമന്ത്രമാണ്. മഹായോഗേശ്വരേശ്വരി. മഹായോഗേശ്വരേശ്വരൻ, അതായത് സമസ്ത യോഗ്യതകൾക്കും ഈശ്വരനായിട്ടുള്ളവനാണ് ശ്രീ മഹാദേവൻ. ആ മഹാദേവനും ഈശ്വരിയായിട്ടുള്ളവളാണ് ശ്രീ മഹാലളിതാ ത്രിപുര സുന്ദരീ ദേവി, അതായത് ശിവശക്തി സ്വരൂപിണി. നിർവികൽപ്പ സമാധി എന്ന അവസ്ഥയിൽ എത്തിയ യോഗിയെ യോഗേശ്വരൻ എന്ന് പറയും. അങ്ങനെയുള്ള യോഗികൾക്ക് ഈശ്വരിയായിട്ടുള്ളവളാണ് അമ്മ. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. യോഗത്തിൻ്റെ 8 അംഗങ്ങളാണ് ഇവ. 8ാമത്തേതാണ് സമാധി. ആ സമാധിയുടെ പരമകാഷ്ഠയാണ് നിർവികൽപ്പ സമാധി. ആ സ്ഥിതിയിൽ എത്തിയ യോഗി ഈശ്വരന് തുല്യനായി മാറും. അപ്രകാരമുള്ള യോഗികൾക്കും കൂടി ഈശ്വരിയാണ് അമ്മ. പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗയോഗത്തിൽ ബാഹ്യയോഗചര്യകളെക്കുറിച്ചും ആന്തര യോഗചര്യകളെക്കുറിച്ചും പറയുന്നുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം എന്നിവയാണ് ബാഹ്യമായ യോഗചര്യകൾ. ധാരണ, ധ്യാനം, സമാധി എന്നിവയാണ് ആന്തരമായിട്ടുള്ളവ. ഇവയുടെ ലക്ഷ്യം നിർവികൽപ്പ സമാധിയാണ്. ഇത് നേടിയവരാണ് യോഗീശ്വരന്മാർ. അവർ ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്. ഓം മഹായോഗേശ്വരേശ്വര്യൈ നമഃ. ഓം ഓം ഹ്രീം മഹായോഗേശ്വരേശ്വര്യൈ നമഃ. ആധ്യാത്മിക ജീവിതത്തിലെ അത്യുത്തമമായ ഒരു ഭാവമാണ് ശിവൻ. സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭിക്ഷാടനം ചെയ്യുന്ന യോഗീശ്വര ഭാവമാണ് ശ്രീ മഹാദേവൻ്റേത്. യോഗീശ്വര ഭാവത്തിലേക്ക് ഒരു വ്യക്തിക്ക് എത്തണം എങ്കിൽ ആദിപരാശക്തിയുടെ അനുഗ്രഹത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. കാരണം എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ശക്തി ചൈതന്യമായ പരബ്രഹ്മസ്വരൂപിണിയിൽ നിന്നും ഒന്നും തന്നെ ഭിന്നമല്ല. മനുഷ്യത്വത്തിൽ നിന്നും ശിവത്വമായ യോഗീശ്വരഭാവത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന 2 മന്ത്രങ്ങളാണ് ഈ അധ്യായത്തിൽ അവതരിപ്പിച്ചത്. ഏത് കർമ്മം ചെയ്യുമ്പോഴും അവ ശിവമായി തീരുവാൻ, അതായത് മംഗളകരമായി മാറുവാൻ ഈ മന്ത്രങ്ങൾ വളരെ ഉത്തമങ്ങളാണ്. വിവിധ യോനികളിലായി അനേകായിരം ജന്മങ്ങൾ കഴിഞ്ഞാണ് ഒരു മനുഷ്യജന്മം ലഭിക്കുന്നത്. എന്നാൽ ആ ജന്മം വീണ്ടും 1000-ലധികം ജന്മങ്ങൾക്കുള്ള കർമ്മങ്ങൾ ചെയ്ത് കെട്ടുപാടുകൾ ഉണ്ടാക്കി വച്ച് വീണ്ടും മറ്റ് പലതരം യോനികളിൽ ജനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോകുന്നതിൽ നിന്നും രക്ഷ നേടുവാനുള്ള ഒരേ ഒരു ഉപായമാണ് ഈ മന്ത്രങ്ങൾ. ഇത്രയും വളരെ നല്ല ഒരു എളുപ്പവഴി ഉണ്ടായിട്ടും അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഭൗതികമായ ഇച്ഛകളുടെ പിറകെ പോകുന്ന അവസ്ഥയെ അമ്മയുടെ ലീല എന്നല്ലാതെ എന്തു പറയാൻ. അമ്മയുടെ ഭക്തരെ മഹാദേവനാക്കുന്ന മഹാമന്ത്രങ്ങളാണ് ഇവ രണ്ടും. അമ്മയെ കാണിച്ചു തരുന്ന മന്ത്രങ്ങൾ. ഏകാഗ്രമായ മനസ്സോടുകൂടി അല്പനേരം അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ജപിക്കുന്നതിലൂടെ അനിർവചനീയമായ അനുഭൂതിയും അമ്മയുടെ ദിവ്യമായ സാമീപ്യവും ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എത്ര വലിയ മാനസികമായ ആഘാതത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് ഈ മന്ത്രം മാത്രം മതി. വശിന്യാദി വാഗ്ദേവതകൾ 1000 നാമങ്ങളും കാമേശ്വരനും കാമേശ്വരിയും 300 നാമങ്ങളും നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ളതിന് കാരണം ഇത്രയും നാമമന്ത്രങ്ങൾ ഉള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ലക്ഷ്യപ്രാപ്തിക്ക് സഹായകരമാവട്ടെ എന്ന് കരുതിയാണ്. എന്നാൽ ഇത്രയേറെ നാമങ്ങൾ ഉണ്ടായിട്ടും വെറുതെ ഉദരപൂരണത്തിനും അധരവ്യായാമത്തിനും മറ്റുമായി വെറുതെ ചൊല്ലിക്കളയുന്ന അവസ്ഥയാണ് ഇന്ന് അധികവും കാണുന്നത്. അമ്മയ്ക്ക് ഒരുപാട് സ്നേഹം നമ്മളോടുള്ളതുകൊണ്ടാണ് ഇത്രയധികം നാമങ്ങൾ നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത്.
ഏതെങ്കിലും ഒരെണ്ണം ചൊല്ലി അമ്മയെ വിളിച്ചാൽ മതി, അമ്മ അടുത്തേക്ക് ഓടിയെത്തും, ചേർത്ത് പിടിക്കും. തീർച്ചയാണ്, കാരണം അത് അനുഭവമുള്ളതുകൊണ്ട് പറയുന്നതാണ്. ശ്രീരാമകൃഷ്ണദേവനോട് നരേന്ദ്രൻ ചോദിച്ചു, ഈശ്വരനെ അങ്ങ് കണ്ടിട്ടുണ്ടോ എന്ന്. അദ്ദേഹം മറുപടി പറഞ്ഞു, കണ്ടിട്ടുണ്ട്. ഞാൻ നിന്നെ കാണുന്നതുപോലെ തന്നെ ഈശ്വരനെ കാണുന്നു എന്ന്. അതുപോലെ പറയാൻ എല്ലാവർക്കും കഴിയണം. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭക്തിഭാവമാണ് എനിക്ക് മാതൃകയായിട്ടുള്ളത്. അതുകൊണ്ട് അമ്മയോട് ഒന്നും തന്നെ ആവശ്യപ്പെടാറില്ല. ആവശ്യമുള്ളത് ഒന്ന് മാത്രം, എപ്പോഴും അടുത്തുണ്ടാവണം, അവിടുത്തെ സാമീപ്യം അനുഭവിച്ചറിയണം. അങ്ങനെ അവസാനം അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ ലയിച്ചു ചേരണം. അത്രമാത്രം. അമ്മേ, അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അമ്മ യഥേഷ്ടം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.